ഒരു പഴത്തിന് 2 കഷ്ണവും പൊക്കി പിടിച്ചുകൊണ്ട് ഞാനീ വന്നിരിക്കുന്നത് ഒരു ഷെയ്ക്ക് ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷെയ്ക്കിലെ മെയിൻ താരം പഴമല്ല, ഉറുമാമ്പഴമാണ്, നമ്മൾ അനാറ്. അപ്പോൾ നല്ല ചുവന്ന കളറിൽ അനാർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അനാറാനൊക്കെ ഒന്നാമത് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് ഈ ഒരു പണി ഇഷ്ടമല്ല കേട്ടോ. അതിങ്ങനെ അടർത്തിയിടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ടാസ്ക്കാണ്. അതിനുശേഷം നമ്മൾ ഈ കഷ്ണാക്കിയിട്ട പഴവും അതിൻ്റെ മുകളിൽ ഒരുപാട് അനാറും വാരി വിതറുന്നുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ടത് കുറച്ച് പഞ്ചസാരയാണ്, കുറച്ചല്ല കുറച്ചധികം. കാരണം ഉറുമാമ്പഴത്തിന് ഈ കളറേ ഉള്ളൂ, വലിയ മധുരമൊന്നുമില്ല. അപ്പോൾ നല്ലോണം പഞ്ചസാര ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി അങ്ങോട്ട് മിക്സാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് പാൽപ്പൊടി ഒരു പേരിന് വിതറുന്നുണ്ട്. പാൽപ്പൊടി ഒന്നാമത് ഇവിടെ ചായ വെക്കാൻ ഉപയോഗിക്കില്ല, അപ്പോൾ പിന്നെ ഇതിനും ഉപയോഗിക്കട്ടെ. അതുകൊണ്ട് പാൽപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കളർ നല്ല ഭംഗി കിട്ടും. പിന്നെ കുറച്ച് പിസ്ത എടുത്തിട്ട് അത് നന്നായിട്ട് പൊടിച്ചിട്ട് അതും ഒരു വെറൈറ്റിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. ഈ പിസ്ത ഇടുന്നതിന് മുന്നിലായിട്ട് ഞാൻ കുറച്ച് അനാറും കൂടി വാരി ഇട്ടിട്ടുണ്ട്. കാരണം അനാറ ഞാൻ മുഴുവൻ എടുത്ത് അടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മളെ കിടിലൻ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കളറ് നേരത്തെ ആ ഒരു കളർ ഇല്ലെങ്കിലും ടേസ്റ്റ് കിടിലനായിരുന്നു കേട്ടോ.